അപ്പോഴാണ് ഇവള് പോകുന്നുണ്ട്. പെട്ടെന്ന് സിയാന് പുറകെ തന്നെ ഓടിച്ചെന്ന് ഇവളുടെ ഹെയർ പിൻ തിരിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ കണ്ടേ ഉള്ളു അതിനും ഈ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്ന എനിക്ക് മോശമായിട്ട് തോന്നുന്നു അറിഞ്ഞിട്ട് അവൾ ഡീസൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് അവിടെ നോക്കുമ്പോഴാണ് ഇവൾ യൂസ് ചെയ്ത ഹെയർ പിൻ ആയതുകൊണ്ട് തന്നെ ടോങ് അതെടുത്ത് വേസ്റ്റിനകത്ത് എറിഞ്ഞിട്ട് അങ്ങ് പോകും. കാരണം ആള് പുറത്ത് മാത്രമേ ഉള്ളൂ ചുമ്മാ ചിരിച്ചൊക്കെ സംസാരിക്കുന്ന, അകത്ത് ഫുള്ളും വിഷമാണ്. പക്ഷെ ഈ സത്യം ഒന്നും ആർക്കും അറിയത്തില്ല. എന്നിട്ട് ഇവിടെ സിയാൻ അവന്റെ അടുത്തും സൈൻ ചോദിക്കുമ്പോഴാണ് അവനാണ് ഇവൾ ആ ക്ലബ്ബ് തുടങ്ങാൻ ആഗ്രഹിക്കാനുള്ള കാരണം ഇവൾക്ക് സി ഗ്രേഡ് കിട്ടാനില്ലെന്ന് അറിഞ്ഞ് അവന് പിടികിട്ടും. കാരണം എന്നാൽ മാത്രമേ ഇവൾക്ക് സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി നീ ചുമ്മാ ഇങ്ങനെ ക്ലബ്ബ് തുടങ്ങണ്ടെന്ന് അറിഞ്ഞ് അവൻ സൈൻ ഇടത്തില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ ഇവ സൈൻ ഇടാൻ വേണ്ടി അവൾ എന്തോ ചെയ്യേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ ആ ക്ലൈംബിംഗ് ക്ലബ്ബിലേക്ക് വിളിച്ചോണ്ടായിട്ട് ഇവൾക്ക് ഈ ക്ലബ്ബ് തുടങ്ങാൻ സൈൻ ഇടണേ, ഇവൾ ആ ടോപ്പിൽ ചെന്ന് തുടർന്നെന്ന് പറയും. ഇത് കേട്ട് അവള് പെട്ടെന്ന് അവിടുത്തെ വള്ളിയൊക്കെ കെട്ടിയിട്ട് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ പോകുമ്പോൾ അവൻ അവളുടെ കോലം കണ്ട് നീ സ്കൈ ഡൈവിംഗ് അല്ല ചെയ്യാൻ പോന്നെ, ക്ലൈംബിംഗ് ചെയ്യാൻ പോന്നെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഷൂ ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഇവന്റെ അടുത്ത് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് അവളും ഷൂ ഇല്ലെങ്കിലും നിനക്ക് ആ ടോപ്പ് തൊട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അടുത്ത ദിവസം തൊട്ട് അതിനുവേണ്ടി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ വീഡിയോസ് നോക്കി എങ്ങനെയാ റോക്ക് ക്ലൈംബിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ ഓരോ ദിവസം കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ അടുത്തിരുന്ന് കണ്ടുകൊണ്ടിരുന്ന യാൻഷങ് അവളെ സഹായിക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പം അവിടേക്ക് വരുന്ന ടോങ് ആണ് ഇവൻ അവളുടെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് ക്ലബ്ബിൽ നിന്ന് വരാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. കാരണം ഇവൾക്ക് യാൻഷങ്ങിനോട് ക്രഷ് ഉണ്ട്. അതുകൊണ്ട് വേറൊരു പെങ്കൊച്ചിനോടും ഇവൻ അടുക്കാൻ സമ്മതിക്കത്തില്ല. കൂടാതെ ഇവൾക്ക് സ്വിമ്മിംഗ് അറിയാവുന്നുണ്ട് ഇപ്പൊ ഇവൾ ഈ ക്ലബ്ബിലെ ജോയിൻ ആയേക്കുന്നത്. അതിനുശേഷം എല്ലാവരും പരിചയപ്പെട്ട് എല്ലാവർക്കും സ്നാക്സ് കൊടുക്കുമ്പം അവരെല്ലാം ഇവള് ഭയങ്കര സ്വീറ്റാന്ന് പറഞ്ഞ് ഇവള് ഡേറ്റ് ചെയ്യുന്ന പയ്യൻ ലക്കിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഇതെല്ലാം കേട്ട് അടുത്തിരുന്ന് ഷീക്ക് ചെറിയ ഷയ്യൊക്കെ വരും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന സിയാനാണ് അവളിപ്പോൾ എല്ലാത്തിനും തയ്യാറാന്ന് പറഞ്ഞ് ഇവൻ അവിടേക്ക് വരാൻ വേണ്ടി പറയും. അതിനുശേഷം ഈ കാര്യം കേട്ട് ഇവരെല്ലാരും കൂടെ ഇവിടെ എന്തോ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്ന പറഞ്ഞിട്ട് അവരുടെ പുറകെ തന്നെ ചെല്ലും. അതിനുശേഷം സിയാൻ ആ ടോപ്പിൽ തുടങ്ങിയൊക്കെ ഇവരവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം അതേസമയം അവളും കുറച്ചു ദൂരം പോയതിനു ശേഷം അവളുടെ കൺട്രോൾ വിട്ട് താഴേക്ക് വീഴാൻ വേണ്ടി പോകും. അങ്ങനെ ഇത് കണ്ട് ഇവരെല്ലാം പേടിച്ചിട്ട് നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ താഴേക്ക് ഇറങ്ങിയോന്ന് പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അവളാണ് ഈ ക്ലബ്ബ് തുടങ്ങണേ ആ ടോപ്പ് തൊട്ടേ പറ്റത്തുള്ളെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ വിട്ടുകൊടുക്കാതെ അവസാനം വരെ അങ്ങേ അറ്റത്തേക്ക് ചെല്ലും. അങ്ങനെ ഇത് കണ്ട് ഇവരെല്ലാം സന്തോഷത്തിൽ അവിടെ നിന്ന് അവളെ ചിയർ ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അവസാനം അവളും ടോപ്പ് തൊട്ടടനെ പെട്ടെന്ന് അവിടെ നിന്ന് താഴേക്ക് അങ്ങ് വീഴും. അങ്ങനെ ഇത് കാണുന്ന യാൻഷങ്ങും ഇവൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവനറിയാതെ സ്ലിപ്പായി ഓടിച്ചെന്ന് അവളെയും കിസ് ചെയ്യും. അങ്ങനെ ഇത് കണ്ട് എല്ലാവരും ഷോക്കായി ഇത് പോസ്റ്റ് ചെയ്ത് വൈറലാണെന്ന് അറിഞ്ഞ് എല്ലാവരും കൂടെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവനാണ് ഷോക്കായിരിക്കുമ്പം ഈ ടോങ് ആണ് ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി നമുക്കൊരു ക്ലബ് മീറ്റിംഗ് ഉണ്ടെന്ന് അറിഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം സിയാനാണ് ഇപ്പൊ എന്തോ സംഭവിച്ചെന്ന് അറിഞ്ഞ് അവളും അത് ഞെട്ടിപ്പോയിരിക്കും. എന്നിട്ട് അവൾ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും എന്തോ ആടി കിസ്സൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവളിട്ട് കളിയാക്കും. പക്ഷെ ഇവളാണ് രക്ഷിക്കാൻ വന്നപ്പോൾ ആക്സിഡന്റ് പറ്റിയാന്ന് അറിഞ്ഞ് അവളത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കത്തില്ല. കൂടാതെ ഇന്റർനെറ്റ് ഫുള്ളും ഇവരുടെ കോളേജ് പിള്ളേരൊക്കെ യാൻഷങ്ങിന് ചേരുന്ന ടോങ് ആണോ അല്ലെ ഇപ്പൊ പുതിയതായിട്ടൊന്ന് സിയാങ് ആണോന്ന് അറിഞ്ഞ് അവർ ചുമ്മാ വോട്ട് ചെയ്ത് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന അവളാണ് സന്തോഷത്തിൽ ടോങ് യാൻഷങ് നല്ല വോട്ടുള്ളതുകൊണ്ട് അവള് സ്വയം വോട്ട് ചെയ്ത് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ സിയാങ്ങും ഡീൽ ചെയ്തപോലെ അവൾ ആ മത്സരം ജയിച്ചോണ്ട് യാൻഷങ്ങിന്റെ അടുത്ത് സൈൻ വാങ്ങിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇവർ തമ്മിൽ അവസാനമായിട്ട് കിസ് ചെയ്തുകൊണ്ട് ഇവളും കുറച്ച് നാണക്കേടോടെ അവന്റെ അടുത്ത് നിന്ന് സൈൻ വാങ്ങിക്കുമ്പോഴാണ് അവന് സൈനൊക്കെ ഇട്ടെടുത്തതിന് ശേഷം എന്തായാലും ക്ലബ്ബ് തുടങ്ങുന്നില്ല പ്രധാനപ്പെട്ട പരിപാടി, ഈ ക്ലബ്ബിൽ ഒരാൾ പോലും ചേർന്നില്ല, പിന്നെ ഈ ക്ലബ്ബ് കോളേജ് തന്നെ അടച്ചുപൂട്ടെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം ഓർമ്മിപ്പിച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ അവളാണ് ആ കാര്യമൊക്കെ അവളേറ്റെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി അവളുടെ കൂട്ടുകാരിയുടെ കൂടെ ഇവൾ കൊച്ചുള്ളവർ പോലെ ഡ്രോയിങ് ഒക്കെ ചെയ്ത് ഒരു നോട്ടീസ് റെഡി ആയിക്കൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ക്ലൈംബിംഗ് ക്ലബ്ബിൽ ചേരാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് പറഞ്ഞ് ഇവൾ എല്ലാവരോടും നോട്ടീസ് കൊടുക്കുമ്പോഴാണ് അവരാരും തന്നെ അത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ഇത് കാണുന്ന യാൻഷങ് ആണ് ഇങ്ങനെ കൊച്ചുള്ളവർ പോലെ നോട്ടീസ് കൊടുത്ത ഒരുത്തിനും നിന്റെ ക്ലബ്ബിൽ ചേരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ വേണ്ടി അവന് കൂട്ടുകാരൻ ലിങ്ങിനോട് അവളുടെ അടുത്ത് ഓൺലൈനിയൊക്കെ ആ ക്ലബിനെ കുറിച്ച് പോസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വൈറലാക്കാൻ വേണ്ടി പറയും. എന്നാലേ കുറച്ചുപേരെയൊക്കെ വരത്തുള്ളെന്ന് പറഞ്ഞ് ഈ ഐഡിയാസ് ഒക്കെ അവളോട് ചെന്ന് പറയാൻ വേണ്ടി പറയും. പക്ഷെ ഇവന്റെ പേര് മാത്രം അവളോട് പറയില്ലെന്ന് പറയുമ്പം ലിങ് ഇവൻ പറഞ്ഞ ഐഡിയാസ് ഒക്കെ അവളോട് ചെന്ന് ഷെയർ ചെയ്തിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ഇത് കേട്ട് സന്തോഷത്തിൽ പറഞ്ഞ പോലെ ഓൺലൈൻ ഇട്ടാൽ പെട്ടെന്ന് വൈറലാവെന്ന് പറഞ്ഞിട്ട് അവൾ ഇവന്റെ ഐഡിയക്ക് താങ്ക്സ് എന്ന് പറയും. പക്ഷെ അവനറിയാം ഇതൊക്കെ യാൻഷങ്ങിന്റെ ഐഡിയ ആണെന്ന്. എന്നിട്ട് അവൾ എങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാർ വിളിച്ച് ഇവനെ സഹായിക്കാമെന്ന് അറിഞ്ഞ് ഇവന്റെ സ്വിമ്മിംഗ് ക്ലബ്ബിൽ ആൾക്കാരൊക്കെ വരാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവനെ സഹായിക്കാൻ വേണ്ടി ഇവന്റെ ക്ലബ്ബിലെ ആൾക്കാരെല്ലാം അവളുടെ ക്ലബ്ബിലേക്ക് പറഞ്ഞിരിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും കൂടെ ഇപ്പൊ ഓൺലൈനിൽ സ്ട്രീം ചെയ്ത് ഈ ക്ലബിനെ കുറിച്ച് അവൾ അറിയിക്കാൻ വേണ്ടി ഇരിക്കുക. അങ്ങനെ അതിനുവേണ്ടി അവൾ ആരെയിലൊക്കെ ഇതിൽ ചെന്ന് ടോപ്പിൽ കയറുവാണ് അവർക്ക് ഓരോ പ്രൈസ് ഉണ്ടെന്ന് അറിഞ്ഞ് ഓരോരുത്തരും പങ്കെടുക്കാൻ വേണ്ടി പറയും. പക്ഷെ സ്വിമ്മിംഗ് ക്ലബ്ബിലുള്ള ഒരുത്തം പോലും ഈ ഹൈറ്റ് കണ്ടിട്ട് പേടിച്ചിരിക്കുക. അതുകൊണ്ട് ആരും തന്നെ പങ്കെടുക്കാതിരിക്കുമ്പം അതേസമയം ലിങ് ആണ് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ആദ്യം പങ്കെടുത്ത് അവാർഡ് വാങ്ങിക്കാന്ന് അറിഞ്ഞിട്ട് ഇവൾക്ക് സപ്പോർട്ടിന് അവൻ കയറി ചെല്ലും. പക്ഷെ അവനാണ് ഹൈറ്റ് ഒത്തിരിയും പേടിയ. അതുകൊണ്ട് കുറച്ചു ദൂരം പോയ ഉടനെ അവന് മൊത്തത്തിൽ പേടിച്ചറച്ച് എനിക്ക് താഴോട്ട് ഇറങ്ങാൻ വയ്യ മുകളോട്ടും പോകാൻ
പോകാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പേടിച്ച് വരച്ചുകൊണ്ടിരിക്കുമ്പം ഇത് കണ്ട് എല്ലാവരും കൂടെ പേടിച്ചിട്ട് ഈ ക്ലൈംബിങ് ഒത്തിരി റിസ്ക് ആണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ടെൻഷൻ ആകാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് കാണുന്ന യാൻഷങ് ആണ് നീ അവിടെ തന്നെ നിൽക്കി, ഞാൻ ഇപ്പം തന്നെ രക്ഷിക്കാൻ വരാമെന്ന് പറഞ്ഞ് അവന് കൂടെ ചേർന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അവനും ക്ലൈംബ് ചെയ്ത് ലിങ്കിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതേ സമയം ഇതെല്ലാം ലൈവായിട്ട് ഇവർ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ അവസാനം യാൻഷങ് അവനെ സഹായിച്ച് തറയിലേക്ക് കൊണ്ടതിന് ശേഷം ലിങ്ങും ഭയങ്കര വിഷമത്തി ഇവൻ ഹൈറ്റ് പേടിയാന്ന് അറിഞ്ഞിട്ടും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അവൻ ട്രൈ ചെയ്തെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് മുകളിലേക്ക് കയറാൻ പറ്റാത്തതിന് സിയാനോട് സോറി പറയുമ്പം അവൾ അതൊന്നും കുഴപ്പമില്ല, നീ സേഫ് ആയില്ലെന്ന് പറഞ്ഞ് അവളെ സന്തോഷത്തിരിക്കും. അങ്ങനെ അതിനുശേഷം ലിങ്ങും ഇപ്പൊ ഇവ ഇങ്ങനെ പകുതി വെച്ച് നിർത്തിയോണ്ട് മിക്കവാറും ഓൺലൈനിൽ കാണുന്ന എല്ലാവരും ഈ ക്ലൈംബിംഗ് പാടാന്ന് പേടിച്ച് വരാതിരിക്കും പറഞ്ഞ് യാൻഷങ്ങിനോട് സഹായം ചെയ്യിക്കും. ഇവന് പകരം ഇവൻ എങ്ങനെയൊക്കെ ആ ടോപ്പ് വരെ കയറി അവളുടെ ക്ലബ്ബ് വൈറലാക്കാൻ. അങ്ങനെ അതുകൊണ്ട് ഇവന്റെ കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് മാത്രം അവന് സിയാനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം യാൻഷങ് ആ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇത് കാണുന്ന എല്ലാവരും കൂടെ ഇവനെ കൊണ്ട് മിക്കവാറും ടോപ്പ് വരെ കയറാൻ പറ്റുമെന്ന് പറഞ്ഞ് അവെല്ലാം താഴെ നിന്ന് ചിയർ ചെയ്തോണ്ടിരിക്കും. അതേപോലെ അവനും മാസമായിട്ട് ഒരു പേടിയില്ലാതെ അവൻ ടോപ്പിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവസാനം പിള്ളേരെല്ലാരും കൂടെ ഇത് നമ്മളെ കൊണ്ടും പറ്റുമെന്ന് പറഞ്ഞ് അവരൊക്കെ വിശ്വസിക്കും. അങ്ങനെ അതിനുശേഷം അവന് ടോപ്പ് ചെയ്തതിന് എന്തോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പം ഇവന് ലൈഫ് ടൈം മെമ്പർഷിപ്പ് കിട്ടിയേക്കും. അതുകൊണ്ട് ഇവൻ എപ്പോൾ വേണമെങ്കിലും ക്ലൈംബിംഗ് ക്ലബ്ബിൽ ഒന്ന് പങ്കെടുക്കാം. അതുകൊണ്ട് അവന് മൊത്തത്തിൽ ഇതിനു വേണ്ടിയാണ് ടോപ്പിൽ കയറിയെന്ന് പറഞ്ഞ് ചമ്മിപ്പോയിരിക്കും. അതിനുശേഷം അന്ന് രാത്രി റൂമിൽ നിന്നതിന് ശേഷം സിയാൻ അവളുടെ കൂട്ടുകാരും കൂടെ അത് അപ്ലോഡ് ചെയ്യുമ്പം അവളുടെ കൂട്ടുകാരും ഇത് വൈറലാക്കാൻ വേണ്ടി ഞാൻ കുറേ പരിപാടി ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ കുറെ കമന്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സിയാനും എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അവളെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് അടുത്ത ദിവസം ഈ വീഡിയോ മൊത്തത്തിൽ വൈറലായതുകൊണ്ട് ആ കോളേജിലുള്ള ചില പിള്ളേരൊക്കെ ഞങ്ങൾ ആ ക്ലബ്ബിൽ നിന്ന് പങ്കെടുക്കാമോ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് പേരെടുക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് അവൾ മൊത്തത്തിൽ ഹാപ്പിയായി. അതിനുശേഷം ഈ ഐഡിയ തന്ന ലിങ്ങാന്ന് വിചാരിച്ച് അവനെ കണ്ട് നേരിട്ട് ഇപ്പൊ താങ്ക്സ് പറയുമ്പം അവന് യാനെ നോക്കി ഇതൊക്കെ ഇവന്റെ ഐഡിയ എന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവ സത്യം പറയാന്ന് പേടിച്ചിട്ട് യാൻഷങ്ങും നിനക്ക് പ്രൊമോഷൻ പോലും ചെയ്യാറിയത്തില്ലെങ്കിൽ എന്താ നീ ക്ലബ്ബൊക്കെ തുടങ്ങുന്നതെന്ന് പറഞ്ഞ് അവൻ പെടുന്ന ടോപ്പിക്ക് മാറ്റും. അതിനുശേഷം അവളും എന്തായാലും എന്റെ ക്ലബ്ബിൽ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ചേർന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവൾ പോയതിനു ശേഷം ലിങ്ങും ഈ ഐഡിയ ഒക്കെ നീയാ പറഞ്ഞു കൊടുത്തതെന്ന് എന്തുകൊണ്ട് അവളോട് പറയാത്തതെന്ന് ഞാനോട് ചോദിക്കും. പക്ഷെ അവനാണ് ഞാൻ അവളെ സഹായിക്കാൻ കാരണം ഞാൻ തുടങ്ങി വെച്ച ക്ലബ്ബായതുകൊണ്ട് അത് ആൾക്കാർ ചേരാതിരിക്കുന്ന ഇവന് നാണക്കേടാന്ന് പറഞ്ഞ് അവ ചുമ്മാ റീസൺ പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ യഥാർത്ഥത്തിൽ അവളെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ വീണ്ടും മാത്സ് ക്ലാസ് വെച്ച് കണ്ടുമുട്ടുമ്പോഴാണ് ഈ തവണ രണ്ടുപേരും അടുപ്പിച്ചിരിക്കാതെ ദൂരേക്ക് ചെന്നിരിക്കും. അതേസമയം അവിടേക്ക് വരുന്ന ഇവരുടെ മാത്സ് സാറും ഇവർക്കെല്ലാം 8 പണിയെടുക്കുന്ന പോലെ ഇവർക്കൊരു പ്രോജക്റ്റ് വെച്ചിട്ട് എല്ലാവരും രണ്ടുപേരിലും ഒരു ടീമായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അത് വെച്ച് ഇവർക്ക് സീക്രറ്റ് ഒക്കെ കൊടുക്കുന്നതെന്ന് പറയുമ്പം പിള്ളേരെല്ലാവരും കൂടെ ഗ്രൂപ്പ് എങ്ങനെ അപ്പോൾ ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് സാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ പേര് പേപ്പറിനകത്ത് എഴുതാൻ പറയുമ്പം എല്ലാവരും കൂടെ അവരുടെ കൂടെ എങ്കിൽ പിന്നെ ടീമാണെന്ന് അറിഞ്ഞ് പരസ്പരം ആ പേര് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഇവളുടെ പേരും ഇവൾ അവന്റെ പേരും പറഞ്ഞ് എഴുതി വയ്ക്കും. പക്ഷെ അവസാനം എനിക്ക് സാറ് പറയുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഇഷ്ടപ്പെടാത്ത ആളാണ് നിങ്ങളുടെ ടീം എന്ന് പറഞ്ഞിട്ട് സാർ അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് ഇവ രണ്ടും കൂടെ ഷോക്കായി അപ്പം നമ്മൾ ടീമോന്ന് പറഞ്ഞിട്ട് അവര് മൊത്തം ചമ്മിപ്പോയിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവൾ ഏത് ടോപ്പിക്ക് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കും ചോദിക്കുമ്പം അവള് റൊമാൻസിനെ കുറിച്ച് സ്റ്റുഡൻസ് ഒക്കെ വിചാരിക്കുന്ന ഒരു ചാർട്ട് റെഡിയാക്കാൻ വേണ്ടിയാ ഇവർക്ക് കിട്ടിയ പ്രോജക്റ്റ് എന്ന് പറയും. ഇത് കേട്ട് അവനാണ് നമ്മുടെ മാത്സ് പ്രോജക്റ്റിന് ഈ റൊമാൻസുമായിട്ട് എന്തോ ബന്ധം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവള് നിനക്ക് ഇതുപോലെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഓരോ സ്റ്റുഡൻസിന്റെയും അഭിപ്രായം അനുസരിച്ച് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ അതാ നമുക്ക് സാർ ഈ ടോപ്പിക്ക് തന്നെന്ന് പറഞ്ഞിട്ട് ഇവനോട് ആ കാര്യമൊക്കെ പറയുമ്പം അവനെങ്കിൽ പിന്നെ നീ ക്വസ്റ്റ്യനൊക്കെ റെഡി ആയിക്കോ, ഞാൻ ക്യാമറ മാത്രം റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഇവളും ദേഷ്യത്തി നീ മാത്രം സംസാരിക്കുക, നിന്റെ ടീമല്ലെന്ന് പറഞ്ഞിട്ട് അവൾ എന്തായെന്നറിയാതെ അവസാനം ക്വസ്റ്റ്യൻ റെഡിയാക്കാൻ വേണ്ടി അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് അങ്ങ് ചെല്ലും. അപ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയും ഇവരുടെ ക്ലബ്ബിലും ഒരു പ്രശ്നമുണ്ടെന്ന് പറയും. അതായത് ഇവർ നടത്താൻ പോകുന്ന ഒരു പാർട്ടിയിൽ ഗസ്റ്റായിട്ട് ആരെയൊക്കെ വിളിച്ചു വരുത്തണം. അങ്ങനെ ഇവളാണത് കേട്ടപ്പോൾ തന്നെ പ്രിൻസ് ലൂയെ വിളിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരോട് വാക്കുകൊടുത്താണ്. അതുകൊണ്ട് ഇവളുടെ ക്ലബ്ബിലുള്ള എല്ലാവരും എങ്കിൽ പിന്നെ പ്രിൻസ് ലൂവിനെ ഇവൾ തീർച്ചയായിട്ടും വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് ആ റെസ്പോൺസിബിലിറ്റി ഇവളുടെ തന്നെ ഏൽപ്പിക്കും. പക്ഷെ ഇപ്പോഴും അവൾക്ക് മനസ്സിലാവുന്ന പ്രിൻസ് ലൂവിനെ എങ്ങനെയാ ഇവരുടെ പാർട്ടിക്ക് വിളിച്ചു വരുത്തുന്നതെന്ന്. അപ്പോഴാണ് സിയാനും മറ്റു യാന്റെ കൂട്ടുകാരും ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റ് ഇതിനുമ്പ് ഇവളുടെ പ്രിൻസ് ലൂ പാർട്ടിക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയും. അങ്ങനെ അതുകൊണ്ട് അവരുടെ മിക്കവാറും ഫോൺ നമ്പർ കാണുന്നറിഞ്ഞ് ഇവൾക്ക് ഐഡിയ കൊടുക്കുമ്പം അവൾ സന്തോഷത്തി നീ എന്റെ ജീവൻ രക്ഷിച്ചെന്നറിഞ്ഞ് പെട്ടെന്ന് നമ്പർ വാങ്ങിക്കാൻ വേണ്ടി അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അവിടെ ചെന്ന് യാന്റെ കൂട്ടുകാരനോട് പ്രിൻസ് ലൂടെ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനും കുറച്ച് ടെൻഷനായി. പ്രിൻസ് ലൂടെ നമ്പർ എനിക്ക് അങ്ങനെ ചുമ്മാ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ എന്തിനാന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവരുടെ ക്ലബ്ബിൽ നടത്താൻ പോകുന്ന ഒരു പരിപാടിക്ക് അവനെ ഗസ്റ്റായിട്ട് വിളിക്കാനാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവന്റെ നമ്പർ തപ്പുന്നതെന്ന് പറഞ്ഞ് പറയുമ്പം ഇതേസം ഇവർ സംസാരിക്കുന്നതൊക്കെ അടുത്തിരുന്ന് യുവാനും കേട്ടോണ്ടിരിക്കും. അതിന് ശിവനും നിനക്ക് ഫോൺ നമ്പർ കിട്ടിയില്ലെങ്കിലും അവന്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് ചോദിച്ചോടെന്ന് പറഞ്ഞിട്ട് ഇവളെ മെസ്സേജ് അയക്കാൻ പറയുമ്പം അവളും കുറച്ച് സങ്കടത്തി ഇവള് മെസ്സേജ് അയച്ചൊക്കെ അവർ റിപ്ലൈ ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് ഇവനും എന്തായാലും ട്രൈ ചെയ്താലേ നിനക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ സിൻസിയറിറ്റി അവന് മെസ്സേജ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും. എന്നാൽ ചിലപ്പോൾ പ്രിൻസിലു ഇവൾക്ക് ചിലപ്പോൾ റിപ്ലൈ തരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് യുവാനെ വിളിക്കുമ്പം
അവൻ ഇത് കേട്ട് ചെറുതായിട്ട് ഞെട്ടിപ്പോവും. കാരണം യഥാർത്ഥത്തിൽ ഇവളുടെ ഐഡലായിട്ടുള്ള പ്രിൻസിലും അവനാണ്. പക്ഷെ പുറത്ത് ആർക്കും തന്നെ അറിയത്തില്ല. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. कहाँ चलती प्यार की बता कर